ബഹുമാന്യരായ മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കന്മാർ, അതുപോലെ തന്നെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പി കെ ഫിറോസ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എം എ സമദ്, പ്രിയപ്പെട്ട അഷ്റഫ് മടാൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ജാഥയെ സ്വീകരിക്കാൻ ഇതുപോലെ ഒരു പ്രൗഢമായ ഒരു വലിയ സദസ്സിനെ സംഘടിപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജാഥയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ സമാദരണീയരായ നേതാക്കന്മാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ സമാദരണീയരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ 8-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് ഇന്ന് ഈ പ്രദേശത്ത് ഈ ജാഥയുടെ പര്യടനം പര്യവസാനിക്കുമ്പോൾ വയനാട് ജില്ലയുടെ പര്യടനം കൂടിയും അവസാനിക്കുകയാണ്. ഇവിടെ തുടർന്ന് എനിക്ക് ശേഷം സംസാരിക്കാൻ പ്രിയപ്പെട്ട ഫിറോസും അതുപോലെ തന്നെ എം എ സമദും അഷ്റഫ് മടാനും ഉൾപ്പെടെയുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുണ്ട്. ജാഥ ഏതാനും സമയത്തിനുള്ളിൽ ഈ സമ്മേളന നഗരിക്ക് അടുത്ത് എത്താറായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്റെ സ്നേഹിതൻ അൻവർ ഈ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ വിശദമായി സംസാരിച്ചു. വർഗീയതക്കെതിരെ മതേതര കേരളം എന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗ്, അതിന്റെ മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ വേദികളിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ പ്രസ്താവനകളിൽ നിന്ന് ആദ്യമായി കേൾക്കുന്ന ഒരു മുദ്രാവാക്യമല്ലത്. വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മതേതരത്വത്തെ, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പാരമ്പര്യത്തെ വളരെ വിശദമായി മനോഹരമായി നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അങ്ങനെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പൈതൃകത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ മതേതരത്വത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ, ഇന്ത്യയുടെ മതേതരത്വം വെല്ലുവിളി നേരിടുമ്പോൾ, ആ സമയത്ത് രാജ്യത്തിന് വേണ്ടിക്കൊണ്ട്, രാഷ്ട്രത്തിന് വേണ്ടിക്കൊണ്ട്, സമൂഹത്തിന് വേണ്ടിക്കൊണ്ട് അതിശക്തമായ മതേതര നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ പ്രമേയത്തിലൂടെ പ്രിയപ്പെട്ട സാദിഖ് അലിയുടെയും സുബൈറിന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ജാഥയുമായി തിരുവനന്തപുരത്ത് അങ്ങനെ കാസർകോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇന്ത്യൻ മതേതരത്വം വെല്ലുവിളി നേരിടുമ്പോൾ, ഇന്ത്യയുടെ മതേതരത്വം ഭീഷണി നേരിടുമ്പോൾ, ഇന്ത്യയുടെ ആഭ്യന്തര കലഹത്തിന് സാധ്യതയുണ്ട് എന്നൊരു ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ സാധിച്ചു? ഞങ്ങൾ ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങൾ കേരളത്തിന്റെ നഗരത്തിൽ, കേരളത്തിന്റെ ഗ്രാമങ്ങളോട് വിനയത്തോടെ, സ്നേഹത്തോടെ ഞങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന് ഭീഷണി നേരിട്ടപ്പോൾ, ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാൻ കഴിയാത്ത നിലപാട്, ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ രാജ്യത്തിന് വേണ്ടിക്കൊണ്ട്, രാഷ്ട്രത്തിന് വേണ്ടിക്കൊണ്ട്, ഇന്ത്യക്ക് വേണ്ടി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോ അതിന്റെ പേരിൽ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞാൻ സുദീർഘമായി ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഓർമ്മപ്പെടുത്തുകയാണ്. ബാബരി മസ്ജിദിന്റെ വിഷയം എല്ലാ സദസ്സുകളിലും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാനും സമതുമുള്ള ജില്ലയാണ് പാലക്കാട് ജില്ല. ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഒറ്റപ്പാലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ പരാജയപ്പെട്ടത് ലീഗാണ് എന്ന രീതിയിലായിരുന്നു. ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളാകട്ടെ, ആ കാലത്ത് പ്രവർത്തിച്ച തീവ്രവാദി സംഘടനകളാകട്ടെ, മുസ്ലിം ലീഗിനെ കൊത്തിവലിക്കുന്ന, മുസ്ലിം ലീഗിനെ എല്ലാ നിലക്കും ഉപദ്രവിക്കുന്നതാണ് നമ്മൾ കണ്ടത്.
അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. മുസ്ലിം ലീഗ് ഗുരുവായൂരിൽ പരാജയപ്പെട്ടപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗുകാരൻ ലീഗിന് വേണ്ടിക്കൊണ്ട് മാത്രമല്ല, ഇന്ത്യക്ക് വേണ്ടിക്കൊണ്ട്, ഇന്ത്യയിലെ ഹിന്ദുവിന് വേണ്ടിക്കൊണ്ട്, ഇന്ത്യയിലെ മുസൽമാനും ക്രിസ്ത്യാനിക്കും വേണ്ടിക്കൊണ്ടെടുത്ത നിലപാടിന്റെ പേരിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടപ്പോ ഞങ്ങൾ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗുകാരെ വീട്ടിൽ വാതിലടച്ച് നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കരഞ്ഞു ഗുരുവായൂരിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോ. പക്ഷെ മുസ്ലിം ലീഗ് നിലപാട് മാറ്റിയില്ല. മുസ്ലിം ലീഗ് നിലപാട് മാറ്റിയില്ല. വർത്തമാന കാലത്ത് നമുക്ക് നേതൃത്വം നൽകി എന്നും മലയാളിക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു മതേതര നേതാവ് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഇശ്യാഖ് തങ്ങൾ പറഞ്ഞു, അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ ലീഗിന് നഷ്ടപ്പെട്ടാലും തീവ്രവാദികളോട് കോംപ്രമൈസ് ചെയ്യുന്ന സമീപനം ലീഗ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാതെ കവലകളിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിനകത്ത് നെഞ്ചത്തടിച്ച് വാതിലടിച്ച് നിലവിളിച്ച് കരഞ്ഞു യൂത്ത് ലീഗുകാരൻ. നിലപാട് മാറ്റിയില്ല. ലീഗ് നിലപാട് മാറ്റിയില്ല. യൂത്ത് ലീഗ് നിലപാട് മാറ്റിയില്ല. അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ആ മുസ്ലിം ലീഗ് പാർട്ടിയുടെ യുവജന വിഭാഗമാണ് ഇന്ത്യ ഫാസിസ്റ്റുകൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ത്യ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ പ്രതിഷേധിക്കേണ്ട. ഇന്ത്യ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് BJP പറയുമ്പോൾ, RSS പറയുമ്പോൾ, ശിവസേന പറയുമ്പോൾ, ബജരംഗൾ പറയുമ്പോൾ ഞങ്ങൾ കാതോർക്കുന്നു, ഇന്ത്യ കാതോർക്കുന്നു. അല്ല, മതേതര ഭാരതമെന്ന് കോൺഗ്രസിന്റെ യുവജന നേതൃത്വം അങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇന്ത്യ കാതോർക്കുകയാണ്. ഇന്ത്യയിലെ മതേതര കക്ഷികൾ, മതേതര വിശ്വാസികളും മതന്യൂനപക്ഷങ്ങളും കാതോർക്കുകയാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികൾ വിളിച്ചു പറയണ്ടേ, ഇന്ത്യയിൽ ഞങ്ങൾ കോൺഗ്രസിനെയും BJPയെയും ഒരുമിച്ച് എതിർക്കുമെന്ന് പറഞ്ഞ മതനിരപേക്ഷ കക്ഷികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ലേ, നിങ്ങൾ പറയണ്ടേ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിലെ മതേതര വിശ്വാസികളും ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായവും ഈ രാജ്യത്തെ സംഘപരിവാറിന്റെ, ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണത്തിൽ, ആ ഭരണത്തിന്റെ പേരിൽ ഈ രാജ്യത്തും മതേതരത്തിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ പ്രതിഷേധിക്കാനും ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയില്ലേ? മാറി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇന്ത്യ രാജ്യം സംഘപരിവാർ ഭരിക്കാതിരിക്കാൻ, ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരിക്കാതിരിക്കാൻ, ഇന്ത്യയിൽ കോൺഗ്രസ് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും മാറി വോട്ട് ചെയ്തത് ഈ ഫാസിസ്റ്റ് ശക്തി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ മുദ്രാവാക്യം ഏറ്റെടുക്കാനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു യുവജന രാഷ്ട്രീയ സംഘടനയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് രാഷ്ട്രീയപരമായ നഷ്ടം നെഞ്ചേറ്റ് വാങ്ങി സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മുദ്രാവാക്യവുമായി ഇന്ത്യയിലെ മതേതര വിശ്വാസികളും മതവിശ്വാസികളും ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ വിവേചനമില്ലാതെ എല്ലാവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ പതാക നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലൊരു ജാഥയുമായി ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്ത്യയിലെ നിരീക്ഷകരും എല്ലാവരും പറഞ്ഞത് ഹിറ്റ്ലറേക്കാൾ വലിയ ഫാസിസ്റ്റാണ് അദ്ദേഹം എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിറ്റ് നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അങ്ങനെ മതേതരത്വത്തെ മുറുകെ പിടിച്ച ഈ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിരുന്ന കസേരയിലേക്ക് നരേന്ദ്രമോദി കയറി ചെല്ലുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള രാജ്യത്തുമാണ്. ആ മതങ്ങളുള്ള രാജ്യത്ത് ഇന്ത്യയുടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഭരണാധികാരികളിരുന്ന് രാജ്യം ഭരിക്കുന്ന പാർലമെന്റ്, ആ പാർലമെന്റിന്റെ ഉമ്മറപ്പടിയിൽ ആരാധനയുടെ നാടകീയ രംഗങ്ങൾ ഉണ്ടാക്കി ഭൂരിപക്ഷ സമുദായത്തിന് അതല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു സംഘപരിവാർ ശക്തിയാണെന്ന് വരുത്തി തീർക്കുമ്പോൾ ജർമ്മൻ പാർലമെന്റ് തീയിട്ടുകൊണ്ട് ഹിറ്റ്ലർ പറഞ്ഞത്ര കമ്മ്യൂണിസ്റ്റുകളാണ് ഈ പാർലമെന്റിന് തീയിട്ടതെന്ന് പറഞ്ഞ ആ ഹിറ്റ്ലറെ പുറകിലാക്കിക്കൊണ്ട് ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വികാരത്തെ മുതലാക്കി മാറ്റാൻ വേണ്ടിക്കൊണ്ടുള്ള ശ്രമവുമായി സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ ഭരിക്കുമ്പോൾ
അതിനെതിരെ പ്രതികരിക്കാൻ ജനാധിപത്യ മതേതര കക്ഷികളെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജാഥ നടത്തുന്നത്. അല്ലാതെ വരുന്നൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകില്ല. പക്ഷേ അതിന് ഇന്ത്യയുടെ ജനത കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തവരാണ് ഇന്ത്യയുടെ ജനത എന്ന് തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഡൽഹി പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഡൽഹി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ മനസ്സ് ഇന്ത്യയുടെ മനസ്സാണ്. കേരളത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ, തമിഴ്നാട്ടിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ, തമിഴ്നാട്ടിലെ തമിഴകത്തിന്റെ ജനങ്ങളാണ് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. കേരളത്തിലാണെങ്കിൽ മലയാളികളാണ്. പക്ഷേ ഡൽഹി അങ്ങനെയല്ല. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികളുണ്ട് ഡൽഹിയിൽ. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, KPCCയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നത് അതുകൊണ്ടല്ലേ? അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന്റെ പാർട്ടിയല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, ആം ആദ്മി പാർട്ടിയല്ല മത്സരിച്ചത്. അവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ പറഞ്ഞത് ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ, വിജയിക്കാൻ, ഭരിക്കാൻ ഒരവസരം വേണമെന്നല്ല പറഞ്ഞത്. കെജ്രിവാൾ 5 വർഷം എന്നാണ് പറഞ്ഞത്. BJPക്കാർ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഒരവസരം. ഈ 2 മുദ്രാവാക്യങ്ങൾ നടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 2 മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ 2 മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് തെരഞ്ഞെടുപ്പ് നടന്ന് അതിൽ BJP 120 MPമാരാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങിയത്. 25 BJPയുടെ മന്ത്രിമാർ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങി. 3500 RSSന്റെ വളണ്ടിയർമാർ ഡൽഹി തെരഞ്ഞെടുപ്പിനിറങ്ങി. അങ്ങനെ തെരഞ്ഞെടുപ്പിനിറങ്ങി കെജ്രിവാൾ വിജയിച്ചപ്പോ ആ കെജ്രിവാളിന്റെ വിജയത്തെ ഡൽഹിയിലെ വോട്ടർമാർ ആഹ്ലാദത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചത് ഇന്ന് വരെ ഇന്ത്യ കേൾക്കാത്തൊരു മുദ്രാവാക്യമാണ്. നമ്മൾ ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് കേൾക്കുമ്പോ നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു ജാഥയാണ് പോകുന്നത്, CPMന്റെ ഒരു വിജയാഹ്ലാദ പ്രകടനമാണ് പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ കേട്ടത് ഇൻഖിലാബ് സിന്ദാബ മാത്രമല്ല, അവിടെ കേട്ടത് എന്താണ്? ഇൻഖിലാബ് സിന്ദാബയുടെ കൂടെ ഭാരത് മാതാ കി ജയ്, ഇൻഖിലാബ് സിന്ദാബ എന്ന 2 മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് വിളിക്കുന്ന ഒരു ജനതയാണ് ഇന്ത്യക്ക്, ലോകത്തിന് കാണാൻ സാധിച്ചത്. ഇടതും വലതുമല്ലാത്ത പുതിയൊരു രാഷ്ട്രീയം രൂപം കൊള്ളുന്നു എന്നതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇന്ത്യയിലെ ജനാധിപത്യ കക്ഷികളോട്, ഇന്ത്യയിലെ കോൺഗ്രസിനോട്, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് നൽകുന്ന സന്ദേശമെങ്കിൽ ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികള്, ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരിന് അതിനെതിരെ പ്രതികരിക്കാൻ, ഫാസിസത്തെ പ്രതികരിക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ മതേതര കക്ഷികളെ നിങ്ങൾ ഇനിയും അമാന്തിക്കുകയാണെങ്കിൽ